السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, സെൻട്രൽ കൗൺസിലിന്റെ മാനേജർ MA ചാളാരി, മറ്റു വേദിയിലുള്ള ഉമറാക്കളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, തൂവക്കുന്ന് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഇവിടെ നടത്തപ്പെടുകയും അതിന്റെ സമാപനമായി ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ആ സമാപന സമ്മേളനത്തിലാണ് നമ്മളൊക്കെയും സംബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ഉടമകളും അവകാശികളുമാകാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഈ മുസ്ലിം ഉമ്മത്ത്. ലോകത്തുള്ള കഴിഞ്ഞ സമുദായങ്ങളൊക്കെ തന്നെ ദീനിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീന് ഇസ്ലാം ദീനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായ പരിശുദ്ധമായ ദീന് ഇസ്ലാം മാത്രമാണ്. ആ പരിശുദ്ധമായ ദീൻ അത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളുടെ കയ്യിലാണുള്ളത് എന്ന ആ ഒരു അഭിമാനപൂർവമായ യാഥാർത്ഥ്യം നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തെ മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള മാർഗരേഖയായിക്കൊണ്ടാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭൂമി ലോകത്തേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അത് അല്ലാഹുവിന്റെ ദീൻ അതനുസരിച്ച് ജീവിക്കുന്നവരാരുണ്ടോ അവർക്ക് യാതൊരു അപകടവും സംഭവിക്കുകയില്ല. അവർക്ക് നിർഭയമായി ജീവിക്കാം. അവർക്ക് പ്രയാസമോ വിഷമമോ ബുദ്ധിമുട്ടോ അല്ലാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും ഉണ്ടാവുകയില്ല.
അങ്ങനത്തെ ഒരു അള്ളാഹുവിന്റെ ദീനിനെ ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഈ ലോകത്തേക്ക് ഇറക്കപ്പെട്ടപ്പോൾ തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞകാല സമുദായങ്ങൾ ആ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി പ്രവാചകന്മാർ ഇവിടെ വന്നപ്പോഴൊക്കെ തന്നെ ആ പ്രവാചകന്മാരുടെ അനുയായികളായി ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ മാർഗവും സ്വീകരിച്ചവരുണ്ടായിരുന്നു. അതിനെല്ലാമുള്ള അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രമാണം നൽകി ആ സമുദായങ്ങൾക്കൊക്കെ. അതിലെ പ്രധാനമായ സമുദായം അതാണ് ലോകത്ത് എന്നും കുപ്രസിദ്ധി നേടിയ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബനൂ ഇസ്രായേൽ. കഴിഞ്ഞകാല നൂറ്റാണ്ടുകളിൽ പ്രത്യേകം എടുത്തു പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് ബനൂ ഇസ്രായേൽ. അവര് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനുയായികളാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവാചകന്റെ നാമമാണ്. ആ പ്രവാചകനിലൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെയൊക്കെ തന്നെ പരിശുദ്ധമായ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് വീണ്ടും വീണ്ടും ഓരോ പ്രവാചകനിലൂടെ എത്തിക്കുകയും ആ എത്തിക്കുന്ന പ്രവാചകന്മാരെയൊക്കെ അനുയായികൾ പ്രവാചകന്മാരായി അനുസരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും അവര് ആ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമുദായങ്ങൾ പിന്നീട് അള്ളാഹുവിന്റെ ഈ മഹത്തായ മാർഗം വിട്ടു. അള്ളാഹുവിന്റെ ദീൻ അവരിൽ നിന്നും കൈമോശം വന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാകുന്ന തൗറാത്തുമായിട്ടാണ് ഈ സമുദായത്തിലേക്ക് വന്നത്. ആ സമുദായം ആ തൗറാത്തിന്റെ ആളുകളായിരുന്നു, മൂസ നബിയുടെ ആളുകളായിരുന്നു. എന്നാൽ പിന്നീട് മൂസ നബിക്ക് ശേഷം അവരാ തൗറാത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആ ഗ്രന്ഥത്തിന്റെ സത്യവും സത്തയുമൊക്കെ നഷ്ടപ്പെടുത്തി. അതിലുള്ള മാർഗം നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവര് കാറ്റിൽ പറത്തി. അവരത് അനുസരിക്കാതെ അവർക്ക് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു സ്ഥിതി അവരിലുണ്ടായി. അവർക്ക് തോന്നിയ മാതിരി അവരതിനൊക്കെ തന്നെ വ്യാഖ്യാനിച്ചു. അങ്ങനെ ആ ബനൂ ഇസ്രായേൽ വിഭാഗത്തിലെ പ്രമുഖന്മാരായ ജൂതസംഘം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായ ജൂതസംഘം, തൗറാത്തിനെ അള്ളാഹു നൽകിയതായ ആ വിഭാഗം, അവര് ആ തൗറാത്തിൽ നിന്നും മാറി, മൂസ നബിയുടെ മാർഗത്തിൽ നിന്നും മാറി അള്ളാഹുവിന്റെ ദീനും കൈ വിട്ടുപോയി. ആ സമുദായത്തിന്റെ കയ്യിലെന്ന് അള്ളാഹുവിന്റെ ദീനില്ലാതെ. അതിനുശേഷം വന്ന മറ്റൊരു പ്രമുഖ വിഭാഗമാണ്, ഒരു സമുദായമാണ് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായി. അവർ ക്രിസ്തീയ സമുദായം. ആ ക്രിസ്തീയ സമുദായവും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഉടമകളായിരുന്നു. ഈസ നബി അലൈഹിസ്സലാം അവർക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുത്തു. ഇഞ്ചീൽ കൂടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാർഗങ്ങളൊക്കെ അവർക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്ത ആ വിഭാഗവും ഈ വിഭാഗങ്ങളും പിന്നീട് ഈസ നബി അലൈഹിസ്സലാം അവരുടെ കാലശേഷം അവരുടെ ഈ ഇഞ്ചീലിന്റെ ദീനും ഈസ നബിയുടെ ദീന് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ മാർഗം അതും അവരിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലാതെയായി പോകുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയത്. ആ ദീൻ അവരിൽ നിന്നും ആ സമുദായങ്ങളിൽ നിന്നും കൈമോശം വന്നും പോകാനുണ്ടായ കാരണം അവരാ ദീനിലൊക്കെ തന്നെ തോന്നിയതുപോലുള്ള പല വിധത്തിലുള്ള കൈകടത്തലുകളും നടത്തി. അവരതിനൊക്കെ തന്നെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം നടത്തി. അങ്ങനെ വന്നപ്പോൾ ആ പരിശുദ്ധമായ യഥാർത്ഥ ദീനിന്റെ ആ സ്വഭാവം അവരിൽ നിന്നും പറ്റ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അന്ത്യപ്രവാചകനായി നിയോഗിക്കുന്നത്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഈ പൂർവീക സമുദായങ്ങളുടെ
കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ ദീനൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിന് സമ്പൂർണമായ നിലയ്ക്ക് സമുദായത്തിന്, മനുഷ്യ സമുദായത്തിന്, മനുഷ്യ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചതും ആ ദീൻ അവർക്ക് നൽകിയതും. ആ ദീനാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതും പൊരുത്തപ്പെട്ടതും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമാകുന്നതുമായ ദീൻ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം ദീൻ, അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ 40 വയസ്സ് തികഞ്ഞപ്പോൾ അള്ളാഹു ഈ ദീനിന്റെ പ്രബോധനം ഏൽപ്പിക്കുകയും പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുകയും നിയമിക്കുകയും ചെയ്ത് ഈ ലോകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രഭയും അതിന്റെ പ്രകാശവും പരത്തുന്ന ഒരു യഥാർത്ഥ അനുയായികളെ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ ലാ യദുറുഹും മൻ ഖാലഫഹും. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയാണ്, പൂർവിക സമുദായങ്ങൾ നമ്മളുടെ മുന്നിൽ, നമുക്കൊക്കെ തന്നെ അതൊക്കെ ഒരു പാഠമായിക്കൊണ്ട് അവരുടെ ചരിത്രം മുന്നിൽ നിൽക്കുമ്പോൾ, ജൂതന്മാരിവിടെ കഴിഞ്ഞുപോയി, ക്രിസ്ത്യാനികൾ കഴിഞ്ഞുപോയി, അവരുടെ കയ്യിൽ നിന്ന് ദീന് പോയി. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസ നബി അലൈഹി ഇസ്ലാമിന്റെയും തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ പരിശുദ്ധമായ മാർഗം അവർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഈ സമുദായം ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കാനുള്ളവരാണ്. അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രവാചകൻ വേറെ വരാനില്ല. ഒരു പ്രവാചകന്റെ ഉമ്മത്തും ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. കാരണം എന്നെ കൊണ്ട് പ്രവാചക പരമ്പര തീർന്നു. ഖുതിമ ബിയൻ നബിയ്യൂൻ ലാ നബിയ്യ ബഅദി. വളരെ വ്യക്തമായി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കൊണ്ട് പ്രവാചക പരമ്പര അവസാനിച്ചു, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനും വരില്ല, ആരും അങ്ങനെ ഒരു പ്രവാചകനെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഈ പ്രവാചകന്റെ അവസാനത്തെ പ്രവാചകനായി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് ലോകാവസാനം വരേക്കും ഇവിടെ സംരക്ഷിക്കപ്പെടാനുള്ള മാർഗം എന്താ? ഈ ദീൻ ഇവിടെ നിലനിൽക്കണം. മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ നിന്നും ദീന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്റെ ഉമ്മത്ത് അങ്ങനെയാകാൻ പാടില്ല. അവരുടെ കയ്യിൽ എന്നും ഈ പരിശുദ്ധ ദീന് അതിന്റെ യഥാർത്ഥ രൂപത്തോടുകൂടി ഇവിടെ നിലനിൽക്കണം. അതാര് നിലനിർത്തും? അതാർക്കാണത് നിലനിർത്താൻ സാധിക്കുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് അങ്ങനത്തെ ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരേക്കും ഈ ഉമ്മത്തിലുണ്ടാകും. അവർക്ക് എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും, എന്ത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എന്ത് എതിർപ്പുകൾ ഉണ്ടായാലും, എന്ത് നിലക്കുള്ള തടസ്സങ്ങൾ വന്നാലും അതൊക്കെ അവര് വിലവെക്കാത്ത നിലക്ക് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ എന്നും ഉണ്ടാകും ലോകാവസാനം വരെ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ലോകാവസാനം വരെ ഈ ഹക്കിനെ നിലനിർത്തുന്ന ഒരു വിഭാഗം അതാര് എന്നത് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞു. ആരായിരിക്കും അത്? അവർക്കുള്ള ലക്ഷണം എന്താണ്? അവരെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അവരെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമുദായത്തിലെ ആ ഹക്കിന്റെ അഹ്ലുകാർ അവരാണ് സ്വർഗാവകാശികൾ. അവരാണ് സ്വർഗാവകാശികൾ. ആ സ്വർഗാവകാശികളാകുന്ന ആ വിഭാഗത്തിന്റെ അടയാളം എന്താ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇവിടെ പരിശുദ്ധമായ ദീനായി നിലനിർത്തിപ്പോന്ന കാര്യങ്ങൾ അത് അതുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിനെ നിലനിർത്തിപ്പോരുന്ന വിഭാഗം അവരാണ് യഥാർത്ഥത്തിൽ ഈ വിജയികളുടെ വിജയത്തിന്റെ കക്ഷികൾ, സ്വർഗത്തിന്റെ അവകാശികൾ. ആ വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനം വരേക്കും ഈ ഹക്കുമായി അവരിവിടെ നിലനിൽക്കുമെന്ന് പറഞ്ഞ കൂട്ടർ. ഇത് നമ്മളൊക്കെ തന്നെ വളരെ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവന്റെ ജീവനായി സ്നേഹിച്ചിരുന്ന പരിശുദ്ധമായ ദീന് പോയാൽ അല്ലാഹുവിന്റെ റസൂല് ദീനിന്റെ എന്തെങ്കിലും ഒരു വിഷയത്തിനൊരു പോറലേറ്റാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന് അത് സഹിക്കാൻ സാധ്യമാകുമായിരുന്നില്ല. തായിഫുകാരടുത്ത് പോയപ്പോ അങ്ങാടി പിള്ളേരെ കല്ലേറ് കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. ആ രക്തമൊഴുകി
കൂട്ടി അവിടെ നിന്ന് വളരെ വിഷമത്തോടെ വ്യസനത്തോടെ തിരിച്ചു പോരുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് എന്ന് പറഞ്ഞു, നബിയെ, അങ്ങയെ ആക്രമിച്ച, അങ്ങയെ ഈ നിലക്ക് ചെയ്ത ഈ തായിഫുകാരെ ഇനി ഒരിക്കലും ഇവിടെ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തങ്ങളെ സമ്മതം കിട്ടണം, തങ്ങളതിന് അനുവാദം തരണം. അങ്ങനെ തരികയാണെങ്കിൽ ഈ തായിഫുകാരെ മുഴുവൻ ഞാൻ നശിപ്പിക്കും. അതിനെന്റെ കൂടെ വന്ന ആയിരക്കണക്കിന് മലായിക്കത്തുകളുണ്ട്, ഈ മലക്കുകളെ കൊണ്ടുവരൊക്കെ നശിപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്നെ ആക്രമിച്ചത് ശരിയാ, എന്നെ ദേഹോപദ്രവം ചെയ്തത് ശരിയാ, എന്റെ രക്തം ചിന്തിച്ചത് ശരിയാണ്. എന്നാൽ അവരെ ഒരിക്കലും തന്നെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെനിക്ക് സമ്മതവുമല്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ, ഒരു നല്ല ബുദ്ധി അവർക്ക് തോന്നി, പരിശുദ്ധമായ എന്റെ ഈ ദീനിലേക്ക് വന്നാൽ ഇതിനേക്കാൾ എല്ലാവും ഞാൻ അതിന്റെ പ്രാധാന്യത്തോടുകൂടി കാണുന്നത് അതാണ്, അതുണ്ടാകണം എന്നതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല എന്ന്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഭാഗത്തിനെ നശിപ്പിക്കരുത് എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് അതിന്റെ തടസ്സം പറഞ്ഞുകൊണ്ട് അതൊരിക്കലും തന്നെ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബാലയത്തിൽ വെച്ച് ഒരു പ്രാവശ്യം നമസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ, ഈ കഅബത്തിന്റെയൊക്കെ അധിപന്മാരും അതിന്റെയൊക്കെ ആളുകളും അവരായിരുന്നു. അവരുടെ കയ്യിലാണെന്ന് കഅബത്തിന്റെയൊക്കെ ആ നിയന്ത്രണം. ആ വിഭാഗക്കാര് കഅബത്തിന്റെ ചുറ്റും ഇരിക്കും. അല്ലാഹുവിന്റെ റസൂൽ കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്താണ് അബൂജഹലിന്റെ നിർദ്ദേശപ്രകാരം ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട ഒരു മുശ്രിക്കുകളിൽപ്പെട്ട ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സന്ദർഭത്തിൽ, ആ നമസ്കാരത്തിൽ സുജൂദിൽ പോയ സന്ദർഭത്തിലാണ് ഇത് ഇടുന്നത്. തലപൊക്കാൻ സാധിക്കാത്ത അത്രയും ഭാരിച്ച ഒട്ടകത്തിന്റെ ഈ കുടൽമാലകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പെരടിയിലിട്ടപ്പോൾ അവിടെ നിന്ന് വളരെ പ്രയാസപ്പെട്ടു. എന്താ പ്രയാസപ്പെട്ടത്? ശാരീരിക പ്രയാസമല്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ വേദന വന്നത് എന്താ? പടച്ചോനെ, എന്റെ ഈ നമസ്കാരം എന്റെ ദീന, ഈ ദീൻ ഇവിടെ നല്ല നിലക്ക് നടത്തിപ്പോരാൻ എനിക്ക് സാധിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിനെങ്ങനെയാക്കുന്ന ആൾക്കാരെ ഒരിക്കലും തന്നെ ഈ ഭൂമിയിൽ നീ നിർത്തിക്കൂടാ, ഇവരെ നീ പിടിക്കന്നെ വേണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും തന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഈ ഒട്ടകത്തിന്റെ കുടൽമാലകൾ പരിധിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി കൊടുക്കാൻ വന്നു. അത് ഒഴിവാക്കിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തല പൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ് കഅബത്തിന്റെ ഉള്ളിൽ വെച്ച്. എന്താ ദ്വാരക്കുന്നത്? പടച്ചവനെ, ഇതാ ഞാൻ നിന്നെ ഈ ഖുറൈശികളെ മുഴുവനും എന്നെ പിടിച്ചേൽപ്പിക്കുന്നു. അല്ലാഹുമ്മ അലൈക ബി അംർ ബിൻ ഹിശാം, നിന്നെ അബൂജാഹിലിനെ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അല്ലാഹുമ്മ അലൈക ബി ഉത്ബ, അലൈക ബി ഷൈബ. എല്ലാവരും പേരെടുത്ത് എണ്ണി പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാക്കന്മാരെ മുഴുവനും പേര് പറഞ്ഞ് അവരെയൊക്കെ അള്ളാഹുവിനെ പിടിച്ചേൽപ്പിച്ചു. ആ പ്രവാചകൻ നേരത്തെ തായിഫിൽ നിന്നും വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നശിപ്പിക്കാൻ അനുവാദം തരികയാണെങ്കിൽ ഇപ്പൊ നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞ അതേ പ്രവാചകനാണ് ശാരീരിക പീഡനത്തിന് സന്തോഷം കാണിച്ചുകൊണ്ട് ആ പീഡനം ഏറ്റുവാങ്ങിയ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തവരെ ഒരിക്കലും ഇവിടെ നിന്ന് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ കഅബത്തിന്റെ ഉള്ളിൽ നിന്നും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും മഹത്തായ ഒരു കർമ്മം, അതിന്റെ ഒരു ആരാധന പള്ളിയിൽ കഅബത്തിന്റെ ഉള്ളിൽ നടത്തിയതിന് തടസ്സം നിന്ന് അത് മുടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരൊക്കെ തന്നെ അല്ലാഹുവിനെ പിടിച്ചേൽപ്പിച്ചു. വല നശിപ്പിക്കാനാ പറയണ അലൈക ബി ഖുറൈശ്, ഇവരൊക്കെ നശിപ്പിക്കണം എന്നാണ്. അല്ലാഹു സ്വീകരിച്ചു. രണ്ടാമത്തെ വർഷം, ഹിജറയുടെ രണ്ടാമത്തെ വർഷം, അവസാന ഘട്ടത്തിലാണ് ഈ സംഭവം. ഹിജറയുടെ രണ്ടാമത്തെ വർഷം ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധത്തിൽ വെച്ച് ഈ എണ്ണപ്പെട്ട എല്ലാവരെയും അല്ലാഹു നശിപ്പിച്ചു. അബൂജഹൽ പോയി, ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പോയി, വലീദ് പോയി. ഏതൊക്കെ അതിൽ പേരെടുത്ത് പറഞ്ഞവരുണ്ട് അവരെ മുഴുവനും നശിച്ചു എന്നതാണ് ചരിത്രം.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ശാന്തനായ മഹാനായ പ്രവാചകൻ, സൗമ്യനായ പ്രവാചകൻ, സ്നേഹിയായ പ്രവാചകൻ, താഴ്മയുള്ള പ്രവാചകൻ, ആരോടും വിദ്വേഷം കാണിക്കാത്ത പ്രവാചകൻ, അങ്ങനത്തെ ഒരു പ്രവാചകനെ പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. അതാണ് ദീൻ, അതാണ് ദീൻ. ആ ദീൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യത്തിനും ആരും തന്നെ നിന്നുകൊടുക്കരുത് എന്നാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ദീനിനെ അത്രയും ജീവന്റെ ജീവനായി സ്നേഹിച്ചത്. ആ ദീൻ ഇവിടെ നിലനിർത്താൻ അതിനുള്ള ഒരു പ്രത്യേക വിഭാഗമായി അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്ന ആ വിഭാഗക്കാര്, ഹക്കുമ്മൽ ഉറച്ചു നിൽക്കുന്ന വിഭാഗം, അത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, സ്വഹാബത്തിനെ ആ പരമ്പരയിലൂടെ അംഗീകരിച്ചു വരുന്നവരാണ്. അതാണ് യഥാർത്ഥ ദീനിന്റെ അവകാശികൾ. ആ അവകാശികൾ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കും, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് അംഗീകരിക്കും, ഖുലഫാഉർ റാഷിദീങ്ങൾ അംഗീകരിക്കും. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ദീനിന്റെ കാര്യമാണെന്ന് സമ്മതിച്ചുകൊണ്ട് അത് പിൻപറ്റി അവരുടെ ജീവിതത്തിൽ അതിനെ ശരിക്കും പകർത്തി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഈ വിജയികളുടെ പാർട്ടി എന്ന് പറയുന്ന ഹഖിന്റെ അഹ്ലുകാർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅ നമുക്കൊക്കെ അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അംഗീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. മാന അലൈഹി വസ്ഹാബി. എന്തിനാണത് പറയേണ്ട ആവശ്യം? മാന അലൈഹി പറഞ്ഞാൽ പോരെ? അല്ലാഹുവിന്റെ റസൂലിന് എന്താ പറയേണ്ടത്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി ഞാൻ വന്നിരിക്കുകയാണ്. തിരുസുന്നത്ത് എന്റെ എല്ലാ കാര്യം, എന്റെ വാക്കുകളും പ്രവർത്തികളും അംഗീകാരങ്ങളും ഒക്കെ സുന്നത്താണ്. ആ സുന്നത്തും അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആനും എന്റെ കയ്യിലുണ്ട്. ഇതിനനുസരിക്കുന്നവരാണ് ഈ ഹഖിന്റെ അഹ്ലുകാരി എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആരാണ് മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ വളരെ പച്ചയായി അല്ലാഹുവിന്റെ റസൂല് എല്ലാവർക്കും തിരിയുന്ന വിധത്തിൽ പറഞ്ഞത് മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും എന്താണോ ഇവിടെ ദീനിന്റെ കാര്യങ്ങൾ ചെയ്തതും ഇവിടെ നിലനിർത്തി പോന്നതും ഇവരെ ദീനായി അംഗീകരിച്ചു വന്നതുമെങ്കിൽ അത് അതുപോലെ സ്വീകരിക്കുന്ന വിഭാഗം, അവരാണ് യഥാർത്ഥത്തിൽ ഹഖിന്റെ അഹ്ലുകാർ, അവരാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ അഹ്ലുകാർ, അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ. ഇതാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഒരിക്കലും തന്നെ ഇതിലൊരു വിട്ടുവീഴ്ചക്കും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും കഴിഞ്ഞകാല ഇമ്മത്തുകൾ ഒന്നും തന്നെ അതിന് തയ്യാറായിട്ടില്ല. അങ്ങനത്തെ ഒരു പരിശുദ്ധമായ ദീന്, അതിന്റെ പരമ്പര ഇന്ന് 15 നൂറ്റാണ്ടായപ്പോ, ഈ 15 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് ഇവിടെ യാതൊരു കുഴപ്പമില്ലാതെ ഈ സമുദായത്തിന്റെ കയ്യിൽ നിൽക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് അത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പള്ളിയിൽ നടക്കുന്ന കർമ്മങ്ങളും ആരാധനകളും ഒക്കെ അതുപോലെ തന്നെ. നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, എന്നെ നിങ്ങൾ പിൻപറ്റി ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നോക്കി അതുപോലെയാവണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് വുളൂ ചെയ്തത് നോക്കി അതുപോലെയാകണം നിങ്ങൾ വുളൂ ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഖുതുബ നിർവഹിച്ചത് നോക്കി അതുപോലെ തന്നെ നിങ്ങൾ ഖുതുബ നിർവഹിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഈ ബാങ്ക് ഈ പള്ളിയിൽ സ്ഥാപിച്ചിട്ടുള്ളതും അത് നടത്തിപ്പോരുന്നതും അത് അതുപോലെ തന്നെ ചെയ്തു പോരണം എന്നതാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ ഒരു പരിശുദ്ധ ദീന് ഇന്നും നമ്മളുടെ കയ്യിൽ വളരെ സുരക്ഷിതമായി നിലനിൽക്കുകയാണ്. ആരെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടാക്കിയ സമുദായത്തിന് അല്ലാഹുവിന്റെ റസൂൽ അവസാനം അറഫയിൽ വെച്ച് ഏൽപ്പിച്ചു കൊടുത്തല്ലോ ആ ദീന്. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗൈബ, ഇനി ഇവിടെ ഉള്ളവര് നിങ്ങൾക്ക് ശേഷമുള്ളവർക്ക് ഇതിനെ ഇതുപോലെ അങ്ങോട്ട് കൈമാറി കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ പരിശുദ്ധ ദീന് അത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ഒരു പരമ്പരയിൽ ഇന്ന് വരെ അതുപോലെ നിലനിന്ന് വരികയാണ്. അതാണ് ഇവിടെ മുസ്ലിം സമുദായത്തിന് ഇത്രയും നല്ല ദീനിയായ വളർച്ച ഉണ്ടാകാൻ സാധിച്ചത്. അത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തിന്റെ ആ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഇവിടെ ശരിയായ നിലക്ക് നിലനിർത്തുന്ന ആ ഒരു പ്രവർത്തനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു കോംപ്രമൈസും ഇല്ല, ആരേറ്റും അതിനൊരു നീക്കുപോക്കുമില്ല.
വളരെ കർശനമാണ്. അതിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ആ നിലക്ക് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു മഹത്തായ ആശയ ആദർശങ്ങൾ ഈ ഉമ്മത്തില് കഴിഞ്ഞ കാലം നമ്മളുടെ പൂർവിക തലമുറക്കാരൊക്കെ തന്നെ നിലനിർത്തിപ്പോന്നത്. അത് ഇന്ന് നമ്മളുടെ കയ്യിൽ നിൽക്കുകയാണ്. അതിന് ഇനിയും നിലനിൽക്കണം. നമുക്ക് ശേഷമുള്ളവർക്കും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഈ ദീനിനെ പങ്കെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണൂരിൽ നിന്നുള്ള ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഫൈസി അലിക്കുട്ടി ഉസ്താദ്, അലിക്കുട്ടി ഉസ്താദല്ല, ബാനറിലെ അലിക്കുട്ടി ഉസ്താദാണ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ഇശാ ബാങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തും. അതുപോലെ ഇന്ന് നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നൂറുൻ അലാ നൂറ് പരിപാടിയിൽ പരിസ്ഥിതി സൗഹൃദം പ്രവാചക മാതൃക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട TH ദാരിമി അവരുടെ ക്ലാസ്സാണ്. കൂട്ടുമല ബാപ്പു മുസ്തിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് ഞാനും സംശയിച്ച്. കൂട്ടുമല ബാപ്പു മുസ്ലിയാർ നമ്മുടെ എല്ലാമായ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, ദുൽദുൽ ഐഡിയുടെ അമ്മാവൻ, മുജീബ് റഹ്മാന്റെ ഉസ്താദ്, നമ്മുടെ എല്ലാമായ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. അപ്പോ ലൈവ് കൊടുക്കുന്ന അഡ്മിന്മാരെ ബാനർ വെക്കുന്നത് ശരിയാക്കണം, അല്ലെങ്കിൽ നമ്മൾ ബാനർ വായിക്കും. അപ്പൊ അതൊക്കെ ലൈവ് കൊടുക്കുന്ന ടീമിന്റെ കടമയാണ് എന്ന് പ്രത്യേകം ഒന്ന് അറിയിക്കുന്നു. അതിഥിമാനി കരണ്ട, 2 ഐഡിയ അറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇൻഷാല്ലൊക്കെ ബാപ്പുസ്താദിന്റെ പ്രഭാഷണമാണ്. നല്ല പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വായിക്കാൻ കാരണം തെറ്റ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് പ്രതികരണം വരിക ആളുകളെ. ഏതായാലും ലൈവ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് രാത്രി TH ഉസ്താദിന്റെ ക്ലാസ് ആരും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ശേഷമുള്ള നമ്മളുടെ തലമുറക്ക് അതിനെ കൈമാറി കൊടുക്കുക എന്നതാണ് ഇനി നമ്മളുടെ ബാധ്യത. അതിനെ നിലനിർത്തുകയും അത് അതുപോലെ നമ്മളുടെ പിൻതലമുറക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യും. ആ ഒരു മഹത്തായ സംരംഭം അത് ഇന്ന് കേരളത്തിൽ വളരെ ഭംഗിയായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഈ ഉമ്മത്തിന്റെ യഥാർത്ഥ ദീന് എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിൽ പരിശുദ്ധ ദീനിന്റെ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതിന് നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതപരമായ ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. കാരണം ഈ ദീനിനെ തകിടം മറിച്ച് ജൂത ക്രിസ്തീയ സമുദായക്കാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കാര്യം നമ്മളെ ദീനിലും നടത്താനുള്ള ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായി. ആ ഉണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് ഇനി നമുക്ക് നോക്കിയിരുന്നുകൂടാ, അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത പുതിയതും ഒക്കെ ആയിട്ട് വരുന്ന പല ആൾക്കാരും പുത്തൻ ആശയക്കാരെന്ന് പറയുന്ന അതുകൊണ്ടാണ് അവര് യൗതൂനക്കും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞു, അവര് നിങ്ങൾ പൂർവികമായ നിങ്ങളുടെ പിതാക്കളുടെ പിതാക്കളോ ആയ പൂർവികന്മാര് ആരും കേട്ടിട്ടില്ലാത്ത ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ ചില
വാദഗതികളുമായി അവര് നിങ്ങളിലേക്ക് വരും. ഫഇയ്യാകും വഇയ്യാഹും. അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി നമ്മൾക്ക് മുന്നറിയിപ്പ് തന്നു. ഫഇയ്യാകും വഇയ്യാഹും. നിങ്ങൾ നിങ്ങളെ തടി കാത്തോ, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആ നിലക്കുള്ള വിഭാഗക്കാര് ഈ സമുദായത്തിൽ വളരെ വളരെ വലിയ നിലക്കൊന്നും വളർച്ച പ്രാപിക്കാൻ അവർക്ക് സാധിക്കാതെ പോയതും. കാരണം ഏത് കാലത്തും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ തനി നിറം പൊതുജനങ്ങളെ കാണിച്ചു ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. അത് നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം ഈ ഉമ്മത്തിനെ ഏറ്റെടുത്തത്. ഈ സമുദായത്തിനെ ഏറ്റെടുക്കാൻ സമസ്ത ചെയ്തത്. ഇവർക്കൊരു അപകടവും സംഭവിക്കാൻ പാടില്ല. ഇവർക്കൊരിക്കലും തന്നെ അവരുടെ ദീനിന് യാതൊരു നാശവും വരാൻ പാടില്ല. ഈ പൂർവികന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ദീൻ അതുപോലെ നമ്മളുടെ കാലം വരെ നിലനിർത്താനും നമുക്ക് ശേഷം വരുന്ന തലമുറക്ക് അത് കൈമാറിക്കൊടുക്കാനും സാധിക്കണം. അതുകൊണ്ട് ഇതിന് ശക്തമായ നിലക്ക് ഇതിന് ഈ ഉമ്മത്തിനെ പ്രതിരോധിക്കാനും ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുണ്ടാക്കിയ മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് ഇന്നും ഈ ഉമ്മത്തിന് ആധികാരികമായി മതപരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ഭാവി ഇരുളടയുമായിരുന്നു. അവരൊക്കെ തന്നെ നശിച്ചു പോകുന്ന, ദീനിയായി നശിച്ചു പോകുന്ന. കാരണം മരണം രണ്ട് ജാതിയാണ്. ഒന്ന് ദീനിയായ മരണം, ഒന്ന് നമ്മളുടെ ശാരീരിക മരണം. രണ്ട് മരണമാണ്. അതിൽ ദീനിയായ മരണം സംഭവിച്ചാലാണ് വലിയ അപകടം. മറ്റത് നമുക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനുണ്ട്. ദീനിയായി നമ്മൾ മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും തന്നെ അതിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അത് പോയി. ആ ഒരു അവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് വളരെ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ഉമ്മത്തിന്റെ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടതെല്ലാം പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘം, ഈ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവർ രംഗത്ത് വന്നത്. 25 വർഷക്കാലം അത് തന്നെയായിരുന്നു ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ, ഉസ്താദുമാരുടെ, ആലിമീങ്ങളുടെ ആ പ്രവർത്തനം. 25 വർഷം തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അപകടങ്ങൾ അവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു പ്രവർത്തനം 25 വർഷക്കാലം ഇവിടെ നടത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ ദീർഘവീക്ഷണമുള്ളവരാണ്, ക്രാന്തദർശികളാണ്, അവർക്ക് ദൂരക്കാഴ്ചയുള്ളവരാണ്. വരും കാലത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് കൂടി മുൻകൂട്ടി അവർക്ക് മനസ്സിലാക്കാൻ അത്രമാത്രം കൂർമ്മശക്തിയൊക്കെയുള്ള വലിയ മഹാപണ്ഡിതന്മാരായിരുന്നു അവര്. അപ്പൊ അവര് മനസ്സിലാക്കുന്നത് എന്താ, ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ ഈ സമുദായത്തിൽ നിലനിൽക്കാൻ വളരെ പ്രധാനമായും അതിനാവശ്യമായൊരു കാര്യം ദീനിയായ അറിവ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം, അറിവിനെ വളർത്തണം. വരും തലമുറ ചെറുപ്പക്കാരായ ചെറിയ മക്കളിൽ കൂടി തന്നെ അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ദീനിയായ അറിവ് എന്നും ഈ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തണം. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം. ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ നമുക്ക് ഇന്നിവിടെ ഈ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടി ഉൾപ്പെടെ ഇങ്ങനെയുള്ള സദസ്സുകളും വേദികളും പരിപാടികളുമൊക്കെ നടത്താൻ നമുക്ക് സാധിച്ചത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഒരു മദ്രസ പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്താ അതിന്റെ കാരണം? അത് അല്ലദീ യുറബ്ബി ബിസിഗാരിൽ ഇൽമി ഖബല കിബാരിഹി എന്ന് വിശുദ്ധമായ അല്ലാഹുവിന്റെ വചനം കൂനൂ റബ്ബാനിയീൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ തർബിയത്ത് നമ്മളിൽ നിന്ന് എപ്പോഴും ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകേണ്ടത്? അല്ലദീ യുറബ്ബി ബിസിഗാരിൽ ഇൽമി ഖബല കിബാരിഹി. വലിയ അറിവുകൾ കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ അറിവുകൾ കൊടുത്ത് നമ്മളെ മക്കളെയൊക്കെ തന്നെ ദീനിയായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടായാൽ ഒരിക്കലും തന്നെ സമുദായത്തിന് അപകടം സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് ഈ മഹത്തായ വിദ്യാഭ്യാസ പ്രവർത്തനം അതിന്റെ ഒരു ഭാഗമായി തന്നെ ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നത്. ആ മദ്രസ ഇന്ന് സമസ്തയുടെ കീഴിൽ 10,000-ഓളം മദ്രസകളായി. സമസ്ത കേരള ജംഇ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി യഥാർത്ഥ
മദ്രസകൾ യഥാർത്ഥ അംഗീകാരത്തോടുകൂടി ഇന്ന് നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ളത് നമുക്കൊക്കെ തന്നെ അഭിമാനപൂർവ്വം എണ്ണി പറയാൻ കഴിയും. 10,000-ഓളം മദ്രസകൾ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുണ്ട്. ഇതൊരു സംഭവമാണ്. ഇത് കേൾക്കുന്നവരൊക്കെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതുപോലെ വിശാലമായി ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവരൊക്കെ അത്ഭുതം കൂറുകയാണ്. ഇങ്ങനെ ഒരു മദ്രസ പ്രസ്ഥാനത്തിന് ഒരു സർക്കാരൊന്നല്ലല്ലോ സമസ്ത. സമസ്ത എന്ന് പറഞ്ഞ ഒരു സർക്കാരല്ലല്ലോ, ഒരു ഗവൺമെന്റ് അല്ലല്ലോ. ഗവൺമെന്റിന് പോലും സാധിക്കാത്ത ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം കാഴ്ചവെക്കാൻ യഥാർത്ഥത്തിൽ ഈ മത നേതൃത്വത്തിന് എങ്ങനെ സാധിച്ചു? അതാണ് എല്ലാവരുടെയും ചോദ്യം. പല നാടുകളിൽ നിന്നും വരുന്നവരൊക്കെ നമ്മളെ ഈ മദ്രസകളും ഇവിടുത്തെ പള്ളികളും മതസ്ഥാപനങ്ങളും മതപ്രവർത്തനങ്ങളും മുസ്ലിങ്ങളുടെ ഈ മതകീയമായ അവസ്ഥകളൊക്കെ കാണുമ്പോൾ അവരൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട സമസ്തയെ അവർക്കൊക്കെ തിരിച്ചറിയാൻ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ അപ്പോഴാ സാധിക്കുന്നത്. അങ്ങനത്തെ പരിശുദ്ധമായ ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ഒരു വിദ്യാഭ്യാസ ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ ബോർഡിന്റെ കീഴിൽ ഇവിടെ നടത്താൻ തുടങ്ങി. അത് വളരെ വിപുലമായി വിപുലപ്പെട്ട് കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലായി, ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലായി ഒക്കെ തന്നെ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഒരു മദ്രസ പ്രവർത്തനം അതിനെ നമുക്ക് എത്രത്തോളം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അത് തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ദീനിയായ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ദീനിന്റെ ബാലപാഠം പഠിപ്പിക്കാൻ, അവരെ ദീനുമായി അടുപ്പിക്കാനും ദീന് പഠിപ്പിക്കാനുമാണ് നമ്മളുടെ മദ്രസകൾ. ആ മദ്രസകളിൽ കൂടി അവർക്ക് ഈ നിലക്ക് വളർന്നു വരാൻ സാഹചര്യം ഒരുക്കിത്തന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആ സമസ്തയുടെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും അതപ്പതിച്ചു പോകുമായിരുന്നു. ഈ വിഭാഗക്കാർക്ക് അവരെ പിടിക്കാൻ എളുപ്പം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നും ആ വിഭാഗത്തിന് ഈ പുതിയ ആശയക്കാർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇവർക്കൊക്കെ ദീനിയായ ചെറിയ അറിവെങ്കിലും നൽകി ദീനിന്റെ ചരിത്രവും ദീനിയായ അമലുകളും ദീനിയായ വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും കേൾക്കാത്ത കാര്യങ്ങളുമായി ഒരാൾ പെട്ടെന്ന് വന്നാൽ അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറാകില്ല. എന്തുകൊണ്ട്? അത് ഒരിക്കലും ഇതുവരെ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കാത്ത സംഗതിയാണ്. ഇപ്പൊ ഇത് ഇവിടുന്ന് ഉണ്ടായതാ, ഇതെപ്പോഴേ അങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കാൻ ഈ അറിവൊക്കെ തന്നെ അവർക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈ ശക്തി കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% മുസ്ലിങ്ങളും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്, അനുയായികളാണ്. ആ നിലക്കായി വരാനുണ്ടായ കാരണം ഈ മതപ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നമ്മളുടെ നാടുകളിലൊക്കെ നടന്നതുകൊണ്ട് പള്ളികളുണ്ടായി, മദ്രസകളുണ്ടായി, മതസ്ഥാപനങ്ങളുണ്ടായി, കോളേജുകളുണ്ടായി, ഒരുപാട് ദീനിയായ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവിടെ വരികയും അതിലൊക്കെ ഒരുപാട് ആളുകൾ പഠിച്ച് ദീനിന്റെ അറിവ് സമ്പാദിച്ച് അവർക്കൊക്കെ തന്നെ ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതിനൊരു കേടും സംഭവിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കാൻ, അതിന് ശക്തി പകരാൻ, അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ഉലമാക്കൾക്ക് ശക്തി കൊടുക്കാൻ ഈ ഉമ്മത്തിന് സാധിക്കുന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതില്ലാത്ത നിലക്കായിപ്പോയാൽ ആർക്കാണ് അതിന്റെ നഷ്ടം? ആർക്കാണ് അതിന്റെ പരാജയം? സാധാരണക്കാരായ ഈ ഉമ്മത്തിലെ ഓരോ ആളുകൾക്കും അത് ബാധിക്കുക തന്നെ ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂട്ടായി പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, അതിനെതിരുകൾ ഒരുപാട് ഉണ്ടാകാം, പല ഭാഗങ്ങളിലും അതിന് എതിർപ്പുകൾ വരാം. അതൊക്കെ ഇവിടെ പഴയ കാലത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് എതിരാളികൾ ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരാളികളുടെ എതിർപ്പിന്റെ കാരണം കൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്നെ പോകേണ്ടി വന്നത്. സ്വന്തം ജന്മനാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട ഒരു ഗതി വന്നത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായതുകൊണ്ട്. അപ്പൊ എതിരാളികൾ എന്ന് പറഞ്ഞത് ഈ രംഗത്ത് പരിശുദ്ധ ദീനുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. അത് പൂർവീകന്മാരുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എതിരാളികൾ ഉണ്ടായിരുന്നു.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എതിരാളികളുണ്ടായിരുന്നു. ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് എതിരാളികളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങൾക്ക് എതിരാളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു എല്ലാവരെയും പരിശോധിച്ചാലും അവർക്കൊക്കെ വലിയ വലിയ എതിരാളികളുണ്ടായിരുന്നു. ആ എതിർപ്പ് അവർക്ക് നേരിടാൻ അവരുടെ ഈ ജീവിതകാലത്ത് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എതിർപ്പുകളൊക്കെ ദീനീ പ്രവർത്തന രംഗത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതൊന്നും ഇല്ലാത്ത നിലക്ക് ഒഴിഞ്ഞ് എല്ലാ കാര്യം കൂടി നമുക്ക് ആക്കിയെടുക്കുക എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാവൂല. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങളൊക്കെ നല്ല തഖ്വയുള്ള അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു കൊണ്ടെത്തിക്കുന്ന ഏറ്റവും മഹോന്നത സ്ഥാനത്തെത്തുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള അത്ഖകൾ, ഏറ്റവും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചവരാണ്. അപ്പൊ അതാണ് തഖ്വ. അങ്ങനത്തെ തഖ്വ നിങ്ങൾക്കുണ്ടാകണം എന്ന് അല്ലാഹു വിശുദ്ധമായ ഈ വാക്കിലൂടെ നമ്മളെ ഉപദേശിച്ചു. തൊട്ടു പറയുന്നത് എന്താ? ഉക്കൂനൂ മഅ സ്വാദിഖീൻ. ഒരു കാര്യവും കൂടി നിങ്ങളെ തഖ്വയൊക്കെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ പള്ളിയിൽ പോക്കും, നിങ്ങളെ നിസ്കാരവും, നിങ്ങളുടെ ആരാധനകളും, നിങ്ങളെ ഇബാദത്തുകളും, നിങ്ങളെ നല്ല കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും. എന്തായാൽ നല്ലവരോടൊപ്പം കൂടാതിരുന്നാൽ. ഉക്കൂനൂ മഅ സ്വാദിഖീൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം സത്യവാന്മാരോട് കൂടെയാവണം. ആരാ സത്യവാന്മാർ? സത്യവാന്മാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? സത്യവാൻ, സത്യം പറയുന്നവൻ, സത്യം പറയുന്നവൻ, സത്യം ചെയ്യുന്നവൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവൻ, സത്യം എവിടെയാണോ അവിടെയൊക്കെയും തന്നെ ആ സത്യത്തിന്റെ ഒപ്പം നിൽക്കുന്നവൻ, അവരാണ് സാദിഖ്. അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാറ. ഈ വിശുദ്ധ വാക്കിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലദീ യദൂറു മഅൽ ഹഖ്, ഹഖിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഹൈസു ദാറ, ഹഖ് എങ്ങോട്ട് പോയാലും, അത് ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയാൽ കൂടെ പോകും. നാട് വിട്ടാലും വേണ്ട, വീട് വിട്ടാലും വേണ്ട, കുടുംബത്തിനെ വിട്ടാലും വേണ്ട, നാട്ടുകാരെ വിട്ടാലും വേണ്ടില്ല, ആരെ വിട്ടാലും വേണ്ടില്ല, സത്യം പോകുന്നുണ്ട്, സത്യത്തിന്റെ ഒപ്പം പോകാൻ അവർ തയ്യാറാവും. അങ്ങനത്തെവരാണ് സ്വാദിഖ്. ആ സ്വാദിഖീങ്ങളോട് കൂടെ നിങ്ങളാകണമെന്ന് പരിശുദ്ധമായ ഈ വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മളൊക്കെ തന്നെ ഉൾക്കൊള്ളണം. സത്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപിത കാലം മുതൽക്ക് ഇന്ന് വരെ അതിന്റെ മഹാത്മാക്കളായ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉസ്താദുമാരും അവരൊക്കെ സ്വാത്വികരായിരുന്നു, സത്യസന്ധന്മാരായിരുന്നു, സത്യവാന്മാരായിരുന്നു. അവർക്ക് അതല്ലാത്ത മറ്റൊരു കാര്യം അറിയുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തൊട്ട് ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ പോലുള്ള ആ മഹാന്മാര്, അവരെ പിൻപറ്റി ഇപ്പോൾ ആ സമസ്തയുടെ പിന്നിൽ വന്ന അതിന്റെ പിന്നീടുള്ള നേതാക്കന്മാരൊക്കെ തന്നെ അവർക്കൊന്നും വേറൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഈ ദീനിനും അക്കനും വേണ്ടി നിലനിൽക്കുകയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആളുകളെ കൂടെ തന്നെ ആയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ തഖ്വയും സംരക്ഷിക്കാനും കഴിയൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത അത് നമ്മളുടെ പ്രസ്ഥാനമാണ്, അത് നമ്മളുടെ നേതൃത്വമാണ്, അതിന്റെ പണ്ഡിതന്മാർ നമ്മളുടെ നേതാക്കന്മാരാണ്, നമുക്ക് ആത്മീയമായ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നവരാണവര്. അവരുടെ ആ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്നതൊക്കെ നമ്മളുടെ നാടുകളിൽ ഉണ്ടായി വന്നിട്ടുള്ളതും അത് നിലനിന്നു പോരുന്നതും. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഈ നടക്കുന്ന ഈ ചെറിയൊരു പരിപാടി. ഇത് സമസ്ത എന്ന് പറഞ്ഞ ഈ വലിയ പ്രസ്ഥാനത്തിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഇതൊരു ചെറിയ പരിപാടിയാണ്. പക്ഷേ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരിപാടിയായി മാറി. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇതുപോലത്തെ ഒരു സംഗമം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമസ്തയുടെ നേട്ടമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ കീഴിൽ നടത്തുന്ന സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, ആ ജമിയത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര കൗൺസിലിന്റെ കീഴിലുള്ള ശാഖകൾ, അതാണ് റേഞ്ച്, ആ റേഞ്ച് തലം തൊട്ട് ജില്ലാ തലം വരേക്കുമുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെ നമ്മളുടെ നാടുകളിൽ നടക്കുന്നത് കൊണ്ട് ഒരുപാട് ദീനിയായ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ്.
അപ്പൊ അതിന് മുന്നിട്ടിറങ്ങുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, നമ്മളുടെ മദ്രസകളിൽ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാര്, അവരെയൊക്കെ നമുക്ക് ഒരിക്കലും തന്നെ ചെറുതായി കാണാൻ കഴിയില്ല. നമ്മളുടെ മക്കളെ ദീനിന്റെ മക്കളാക്കി തരാൻ അവര് യഥാർത്ഥത്തിൽ അവരുടെ ദീനിയായ ആ ഒരു നേതൃത്വം ആ മക്കൾക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ ആ നിലക്കാകുന്നത്. അപ്പൊ അവരെയൊക്കെ വേണ്ട വിധത്തിൽ നമ്മളൊക്കെ സഹായിച്ചുകൊണ്ടും അവർക്ക് വേണ്ട പ്രചോദനം നൽകിക്കൊണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് സഹകരിക്കാൻ കഴിയണം. അത് നമ്മളുടെ ഒരു വിജയത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇനിയിവിടെ ധാരാളം പരിപാടികൾ നടക്കാനുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ സമസ്ത എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇപ്പൊ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത വിധത്തിൽ സാധാരണക്കാർക്ക് എല്ലാവും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. സമസ്ത പറഞ്ഞാൽ എന്താണ്? അത് ഉലമാക്കൾ, അവർക്ക് വേറെ ഭൗതികമായ ഒന്നുമില്ല, ഓർക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാവരും നിലകൊള്ളുന്നവര് ദീനിനു വേണ്ടി നിലകൊള്ളുന്നവരാ. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല. അവര് ഈ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ. അവർക്ക് ആ നിലക്ക് തന്നെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതും അതിനനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതിനെതിരിലുള്ള പല വിഭാഗക്കാരും പലതുമായി ഇവിടെ കാണുന്നുണ്ട്. ഓലെപ്പോൾ ദീനിന്റെ ശത്രുക്കളെ പോലും വാരിപ്പുണർന്ന് തോളിലേറ്റി കൊണ്ടിടക്കാനും ആ ജാതിക്കാർക്ക് ഒരു മടിയില്ല. ദീന് തന്നെ വേണ്ട എന്ന് പറയണ, അള്ള വേണ്ട എന്ന് പറയണ ഓല കുറെ കാലം ഏറ്റിയും കൂടെ അടഞ്ഞിരുന്നു. എന്നാൽ ഈ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദീനീ താല്പര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത, അത് മഹത്തായ ഉലമാക്കളുടെ ആ ഒരു ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായതും അതിനനുസരിച്ചുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതിന് നിങ്ങൾ എല്ലാവരും എല്ലാവിധത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണോ നടക്കുന്നതെങ്കിൽ നടക്കുന്നതൊക്കെ സാധാരണക്കാർക്ക് അറിയാൻ വലിയ ആവേശം, പക്ഷെ അവർക്ക് അത് അറിയാനുള്ള ഒരു മാർഗം ഇവിടെയില്ല. ചാനലുകളിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. ഓലൊക്കെ എപ്പോഴും ചാനലിന് പോകലില്ല, ഓൽ ചാനലിലും സ്റ്റുഡിയോയിലും ജീവിക്കുന്നവരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അവർക്കുള്ളതായ കാര്യങ്ങൾ, അവർ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അവര് ശരിക്കും അതിന് നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പൊ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് കൂടുതൽ അറിയാൻ ഇപ്പോഴുള്ള സംവിധാനം പോരാ എന്നതൊരു സത്യമാണ്. അത് ചാനലുകളിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മളിലേക്ക് എത്താനും വേണ്ടത്ര മതിയാകുന്നില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പത്രം ഇവിടെ വരണം എന്ന് വിവിധ ആളുകൾ വിവിധ മേഖലകളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഒരുപാട് കാലമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്നു. അത് വേണം, ഒരു പത്രം വേണം, എന്നാലേ സമസ്തന്റെ വാർത്തകളും വിവരങ്ങളും അറിയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ആവശ്യം അവസാനമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ അംഗീകരിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ഓഗസ്റ്റ് 1-ാം തീയതി ഇവിടെ നിങ്ങളുടെയൊക്കെ കയ്യിലെത്താൻ പോകുന്ന അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ സമസ്തയുടെ പത്രം സുപ്രഭാതം. ആ സുപ്രഭാതം പത്രം ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി കഴിഞ്ഞു. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു തൗഫീഖ് ചെയ്ത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഈ പത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഓഗസ്റ്റ് 1-ന് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അത് സാധിക്കണം, അതിനുവേണ്ടി നിങ്ങളൊക്കെയും ദുആ ചെയ്യണം. അല്ലാഹു അതിന്റെ എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ പത്രത്തിന്റെ പ്രചാരകരും നിങ്ങളാവണം. ഒരു പത്രം പുറത്തിറങ്ങിയാൽ അത് എങ്ങനെയാണ് നിലനിൽക്കാൻ നമുക്കൊക്കെ അറിയാലോ. ഒരു പത്രം, ആ പത്രത്തിന് അതിൽ നിന്നൊരു ലാഭം കൊയ്യാനല്ലല്ലോ പത്രം ഉണ്ടാക്കുന്നത്. ആ പത്രത്തിന് ഭീമമായ തുകകൾ അതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം ഓരോ ദിവസവും. അങ്ങനത്തെ ഒരു സംരംഭമാണിത്. പക്ഷേ ആ സംരംഭം നല്ലതായ സമസ്തനെ സ്നേഹിക്കുന്ന നല്ലതായ ആളുകളോടുള്ള കാലത്തോളം അതിന് യാതൊന്നും
ഒരു ക്ഷീണവും പറ്റില്ല എന്ന് അറിയാം നമുക്കൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ അതിന്റെ ഒരു ചെറിയ പ്രവർത്തനം നടന്നപ്പോൾ തന്നെ ഇതിന്റെ സംഘാടകൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നും ഭീമമായ ഒരു സംഖ്യ ഈ 5-10 മദ്രസ മഹല്ലത്തുകളിൽ നിന്ന് മാത്രമായി ഇവിടുന്ന് എല്ലാവരുടെയും വലിയ ആവേശപൂർവ്വമുള്ള സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ അത് നിങ്ങൾ ഇനിയും അത് നിലനിർത്തി പോരുകയും ഇതിനും നമ്മളുടെ ഈ പ്രസ്ഥാനത്തിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും ഹക്കിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാത്തിലിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിന്റെ ആളുകളെയും സത്യവാന്മാരായ ആൾക്കാരെയും കൂടെ നമുക്കൊക്കെയും നിലകൊള്ളാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.